ഹലോ. അപ്പോൾ നമ്മൾ രാവിലെ ചെറിയ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു താറിന് കയറി കട്ടപ്പന വരെ പോകണം കേട്ടോ. ഞങ്ങൾ 2-3 പേരുണ്ട്. കേട്ടോ, ഡ്രൈവർ സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇതേ പുറകെ ഒരാൾ ഒളിച്ചിരിക്കും. ഡ്രൈവർ സ്പൾബർ. അപ്പോൾ നമുക്കിനി കട്ടപ്പന എത്തിട്ട് കാണാം. നമ്മൾ താറിനാണ് പോകുന്നത്. നമ്മുടെ വഴിയാട്ടോ. ഇപ്പുറം എല്ലാം ഏലക്കാടൊക്കെയാണ്. നമ്മളതേ ഗൈസ് പുളിയമ്മല എത്തിയിട്ടുണ്ട്. ടൗൺ, പുളിയമ്മല ടൗൺ. ഇതാണ് നമ്മുടെ പുളിയമ്മല ടൗൺ. ഇവിടെ നേരെ നമുക്ക് ടയർ ഒന്ന് ചെക്ക് ചെയ്യണം. ടയർ ചെക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. എയർ അപ്പോൾ നമുക്കൊന്ന് എയർ ഒന്ന് ചെക്ക് ചെയ്യാണ്ട് കേട്ടോ. ടയറിൻ്റെ എയർ ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പം ഈ കാണുന്ന റോഡാണ് ഗൈസ് കുമളി റോഡ്. ഉണ്ടോ? കുമളി റോഡാണ്. കുമളി മൂന്നാർ റൂട്ട് വരുന്ന റോഡാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട് പുളിയമ്മൽ. പിന്നെ അടുത്താണ് ടയർ കട. അങ്ങനെ നമ്മൾ കട്ടപ്പന എത്തി കേട്ടോ. നമ്മൾ കട്ടപ്പന ആദ്യം വന്നത് സെൻസർ പോയിൻറ്റിലാണ്. നമ്മുടെ വണ്ടിയുടെ സെൻസറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയാണ് നമ്മൾ സെൻസർ പോയിൻറ്റ് വന്നത് കേട്ടോ. അങ്ങനെ സെൻസറെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് ആഡ് ബ്ലൂ കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ആഡ് ബ്ലൂ കിട്ടുന്ന മഹേന്ദ്രയുടെ സ്പെയർ കടയിലോട്ട് പോയി നമ്മൾ 10 ലിറ്ററിൻ്റെ ആഡ് ബ്ലൂ മേടിച്ചേ. അപ്പം ആഡ് ബ്ലൂ വരുന്നത് 10 ലിറ്റർ 20 ലിറ്റർ. അപ്പോൾ നമ്മൾ 10 ലിറ്ററിന് മേടിച്ചു. അപ്പോൾ അത് മൊത്തം നമുക്ക് എന്തായാലും വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആഡ് ബ്ലൂ ഒഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത് നമ്മുടെ സുവർണഗിരിയിലുള്ള സൺറൈസ് ഓട്ടോമൊബൈൽസിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ആഡ് ബ്ലൂ ഒഴിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. അങ്ങനെ ആഡ് ബ്ലൂ എല്ലാം ഒഴിച്ച് നമ്മൾ നേരെ തിരിച്ച് സെൻസർ പോയിന്റിലെത്തി. അപ്പോൾ അവിടെ ചെന്ന് സെൻസറും കാര്യങ്ങളും എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കെന്നാൽ ഒരു ചായ കുടിച്ചേക്കാന്ന് വെച്ചാൽ മഴച്ചാറ്റിലുണ്ട്. അപ്പോൾ അവിടുത്തെ ചേട്ടായും കൂട്ടി നമ്മൾ നേരെ ചായ കുടിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ പരിപാടി തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവിന് പോയത് കേട്ടോ. അങ്ങനെ അതെല്ലാം പോയി കഴിഞ്ഞ് നമ്മളിത് അവിടുത്തെ പരിപാടിയൊക്കെ തീർത്ത് കട്ടപ്പനയിൽ നമ്മൾ നേരെ തിരിച്ച് കൂട്ടാറിന് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കത്തെ കാലാവസ്ഥ ഉണ്ട്. അപ്പോൾ ഏകദേശം പുളിയമ്മല എത്താറായി കഴിഞ്ഞപ്പോഴത്തേനും മൊത്തം മഞ്ഞും മഴച്ചാറ്റിലും കാരണം ഒന്നും കാണത്തുമില്ല കേൾക്കത്തുമില്ല. ആകെ മഞ്ഞാണ് കേട്ടോ. പെട്ടെന്നാണ് കാലാവസ്ഥ മാറി. ഇത്രയും നേരം നല്ല വെയിലായിരുന്നു കേട്ടോ. അവിടുന്ന് നേരെ നമ്മൾ നേരെ തിരിച്ച് കൂട്ടാറെത്തി കേട്ടോ. കൂട്ടാറ് സ്റ്റാൻഡിൽ വന്നപ്പോഴത്തേനും കാലാവസ്ഥ ഉണ്ടോ നല്ല വെയിൽ. അങ്ങനെ സ്റ്റാൻഡിൽ കിടന്നപ്പോഴത്തേനും നമുക്കത് നമ്മുടെ ജവഹർലാൽ നെഹ്റു കോളേജിലേക്ക് ഒരു ഓട്ടം കിട്ടിയേ. നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ ഈ കോളേജ്. അങ്ങനെ കോളേജിലെ ഓട്ടം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രേ ഉള്ളൂ. അടുത്തൊരു വിഷയം പിടിയിട്ട് ഞാൻ പിന്നീട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. ചാനലൊന്ന് ഫോളോ ചെയ്യണേ, മറക്കല്ലേ.